നമസ്കാരം. എന്തിനാണ് കോൺഗ്രസുകാർ പറ്റാത്ത പണിക്കൊക്കെ പോകുന്നതെന്ന് അറിയില്ല. കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞതിനൊപ്പം ഇപ്പോൾ വാസ്തവവിരുദ്ധമായ ചില പരാമർശങ്ങളും നടത്തുകയാണ് മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിരുന്ന് പലതും പറഞ്ഞിട്ട് ഒടുവിൽ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് പോലെ എളുപ്പത്തിൽ ഭരണതലപ്പത്തിരുന്നും ചെയ്യാമെന്ന് കരുതിയിടത്താണ് സതീശൻ സർക്കാരിന് തെറ്റിയത്. ഒരു മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾക്കും വാദങ്ങൾക്കും എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നും അതൊരു സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുമുള്ള മിനിമം ബോധം പോലും ഇല്ലാതെ സതീശൻ സർക്കാർ പറഞ്ഞ വാദത്തിന്റെ മുനെ ഒടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലെ കപ്പൽ നിർമ്മാണശാലയ്ക്കായി 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദം തള്ളിയാണ് ടാറ്റ ഗ്രൂപ്പ് രംഗത്തെത്തിയത്. കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയെന്നും 1 മാസത്തിനുള്ളിൽ സർക്കാർ അതിന് അനുമതി നൽകുമെന്നുമായിരുന്നു ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം അപ്പാടെ നിഷേധിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. കേരള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അമ്പരിപ്പിച്ചു എന്നും കേരളത്തിൽ എന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല എന്ന പദ്ധതി തങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നും ടാറ്റ ഗ്രൂപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇക്കണോമിക്സ് ടൈംസ് ഇൻഫ്രയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. അതേസമയം നിർദ്ദിഷ്ട നിക്ഷേപത്തെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞ് ഇ ഡി ഇൻഫ്ര അയച്ച ഇമെയിലിനോട് ടാറ്റ ഗ്രൂപ്പ് വക്താവ് പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പിലെ പേര് വെളിപ്പെടുത്താത്ത എക്സിക്യൂട്ടീവാണ് റിപ്പോർട്ടിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് തെറ്റായ വിവരമായിരിക്കാം ലഭിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങൾ കാണിക്കണമെന്ന കടുത്ത സമ്മർദ്ദത്തിലായിരിക്കാം അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുത്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ എന്നതും ഇതിന് കാരണമായിരിക്കാം. ബ്ലൂംബർഗ് അഭിമുഖത്തിന്റെ വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തങ്ങളാരും അറിയാത്ത എന്തെങ്കിലും അദ്ദേഹത്തിന് അറിയാമെങ്കിൽ മാത്രമേ ഇത് സത്യമാകാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2047 ആഗോളതലത്തിൽ മികച്ച 5 കപ്പൽ നിർമ്മാണശാലകളിൽ ഒന്നായി ഈ മേഖലയെ ഉയർത്തുന്നതിനായി കഴിഞ്ഞ വർഷം കേന്ദ്ര മന്ത്രിസഭ 69,725 കോടി രൂപയുടെ പാക്കേജ് അംഗീകരിച്ചിരുന്നു. ഇതോടെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് പ്രാധാന്യമേറിയ സാഹചര്യത്തിൽ സർക്കാർ ആസൂത്രണം ചെയ്യുന്ന 3-4 ഗ്രീൻഫീൽഡ് മെഗാ ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാൻ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ തുടങ്ങിയ തീരദേശ സംസ്ഥാനങ്ങൾ മുൻകൈയെടുത്തിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച 69,725 കോടിയിൽ 19,989 കോടിയുടെ ഒരു കോർപ്പസ് ഒരു ഷിപ്പ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് സ്കീമിനായി നീക്കിവച്ചിട്ടുമുണ്ട്. ഇതിൽ 9,930 കോടി ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾക്ക് ധനസഹായം നൽകുന്നതിനായി ഉൾപ്പെടുന്നു. ബ്രേക്ക് വാട്ടറുകൾ അല്ലെങ്കിൽ വേലിയേറ്റ സ്വതന്ത്ര ബേസിനുകൾ അല്ലെങ്കിൽ വേവ് ബ്രേക്കറുകൾ, ചാനൽ ബേസിൻ വികസനം, ഭൂമി വീണ്ടെടുക്കൽ, ഏരിയ ഗ്രേഡിംഗ്, പ്രാദേശിക കപ്പൽ നിർമ്മാണ ശേഷി വികസന കേന്ദ്രങ്ങൾ, പൊതുസമുദ്ര ആസ്തികൾ, ആന്തരിക അടിസ്ഥാന സൗകര്യങ്ങൾ, യൂട്ടിലിറ്റികൾ, ഭൂമി വികസനം തുടങ്ങിയ ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകളുടെ യോഗ്യമായ ഘടകങ്ങൾക്ക് ഗ്രാന്റിന്റെ രൂപത്തിൽ ഷിപ്പ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് സ്കീം 100% മൂലധന സഹായം നൽകും. കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി പ്രവർത്തനങ്ങൾക്കായുള്ള സമഗ്രമായ ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിനായി പ്ലഗ് ആൻഡ് പ്ലേ അടിസ്ഥാന സൗകര്യങ്ങളോടെ വികസിപ്പിക്കുന്ന കേന്ദ്രമാണ് ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റർ. തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം തയ്യാറാക്കിയ മാർഗരേഖ പ്രകാരം ഓരോ ക്ലസ്റ്ററിലും ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും 2000 ഏക്കർ കരഭൂമിയും ഉൾപ്പെടും. ഇത് കപ്പൽശാലകൾക്കും അനുബന്ധ വ്യവസായങ്ങൾക്കുമായി 1000 ഏക്കർ വീതവും കൂടാതെ ആന്തരിക സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും പൊതുവായ സൗകര്യങ്ങൾക്കുമായി ബാക്കി സ്ഥലവും നീക്കിവെക്കും. കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി പ്രക്രിയകളെ സഹായിക്കുന്നതും മൂല്യശൃംഖലകളെ ശക്തിപ്പെടുത്തുന്നതുമായ എഞ്ചിൻ നിർമ്മാണം, ഉരുക്ക് ഘടക നിർമ്മാണം, കപ്പലിലെ യന്ത്രസാമഗ്രികൾ, ഉപകരണങ്ങൾ, സംവിധാനങ്ങൾ എന്നിവയുടെ വിതരണക്കാർ, മറ്റ് അനുബന്ധ വ്യവസായ യൂണിറ്റുകൾ എന്നിവയെല്ലാം അനുബന്ധ വ്യവസായങ്ങളിൽ ഉൾപ്പെടുന്നു. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററിനായി കണ്ടെത്തിയ ഭൂമി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ 1 രൂപ നിരക്കിൽ ക്ലസ്റ്ററിനായുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് കൈമാറണമെന്നാണ് മാർഗരേഖയിലെ വ്യവസ്ഥ. സർക്കാർ ഭൂമി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സ്വന്തം ചെലവിൽ ഭൂമി ഏറ്റെടുക്കാവുന്നതാണ്. ടാറ്റ ഗ്രൂപ്പ് പരിഗണിക്കുന്നതായി മുഖ്യമന്ത്രി അവകാശപ്പെട്ട തരത്തിലുള്ള നിക്ഷേപവും വലിപ്പവുമുള്ള ഒരു ഗ്രീൻഫീൽഡ് കപ്പൽശാല വികസിപ്പിക്കാൻ ആവശ്യമായ 2 കിലോമീറ്റർ തീരപ്രദേശവും 2000 ഏക്കർ ഭൂമിയും കേരളത്തിൽ കണ്ടെത്തുക പ്രയാസകരമാണെന്ന് കപ്പൽ നിർമ്മാണ മേഖലയിലെ വൃത്തങ്ങൾ പോലും അഭിപ്രായപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്ന ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററിന് പ്രതിവർഷം ഏകദേശം 1.2 ദശലക്ഷം ഗ്രോസ് ടണ്ണേജ് ശേഷിയുള്ള 1 അതിലധികമോ വലിയ കപ്പൽ നിർമ്മാണശാലകൾ ഉണ്ടായിരിക്കും. ഈ ക്ലസ്റ്ററിനുള്ളിൽ കപ്പൽ നിർമ്മാണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 1 അതിലധികമോ പ്രധാന കപ്പൽ നിർമ്മാണശാലകളിൽ നിന്ന് നിക്ഷേപ ഉറപ്പുകൾ നേടേണ്ടതുണ്ട്. ഇതിൽ കുറഞ്ഞതൊരു പ്രധാന ഷിപ്പ്യാർഡെങ്കിലും പ്രതിവർഷം 0.5 ദശലക്ഷം ഗ്രോസ് ടണ്ണേജ് ശേഷി ഉണ്ടായിരിക്കണം. ഷിപ്പ്യാർഡ് പ്രവർത്തനം ആരംഭിച്ച് 10 വർഷത്തിനുള്ളിൽ ഈ ശേഷി കൈവരിക്കുകയും വേണം. തീരദേശ സംസ്ഥാനങ്ങളായ മറ്റു പലരും ഇക്കാര്യത്തിലേറെ മുന്നേറി കഴിഞ്ഞിട്ടും കേരളം ഒരു ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനായി ഇതുവരെ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് ഇ ഡി ഇൻഫ്ര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയോ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുകയോ പോലുള്ള പ്രാഥമിക നടപടികളൊന്നും സംസ്ഥാനം സ്വീകരിച്ചിട്ടുമില്ല. എന്നിട്ടാണ് സതീശന്റെ ഈ വാദമെന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക്.